Hello Makle, welcome to Sunny Sir Education Channel, free and quality education to all. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 SSLCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3യിലേക്ക് പോവാം. നമുക്കറിയാം ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 തന്നെ എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തെടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ എക്സാമ്പിൾസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി നോക്കിയിട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm, 2 cm, 3 cm and so on to form an arithmetic sequence. Write the sequence. What is the common difference? അതായത് നമുക്ക് കുറച്ച് സ്ക്വയർ സമചതുരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സമചതുരത്തിൻ്റെ പെരിമീറ്ററുകളും തന്നിട്ടുണ്ട്. ആ പെരിമീറ്ററുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ സൈഡുകൾ തന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അതിൻ്റെ എല്ലാ വശവും 1 cm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത് എല്ലാ വശവും 2 cm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? സിമിലാർലി അടുത്തതെന്ന് പറയുന്നത് എല്ലാ വശവും എന്താണ് 3 cm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ. അപ്പോൾ ഇവിടെ 1 4 തവണയുണ്ട്. അപ്പോൾ 4 × 1 4 ഇവിടുത്തെ പെരിമീറ്റർ. ഇവിടെ 2 4 തവണ 4 × 2 8 ഇവിടുത്തെ പെരിമീറ്റർ. ഇവിടെ 3 4 തവണ, അപ്പോൾ 4 × 3 12 ഇവിടുത്തെ പെരിമീറ്റർ. അപ്പോൾ റൈറ്റ് ദ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിമീറ്ററിൻ്റെ സീക്വൻസ് എഴുതാൻ. അപ്പോൾ 4, then 8, 8, 12 ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ടോ? സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും SLC തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്നത് അതായിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. പല കുട്ടികളും തിരിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ 8 - 4 ദാറ്റ് ഈസ് 4. ഓക്കെ, അപ്പോൾ 2 മാർക്ക് കിട്ടിയില്ലേ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താങ്ക് യു.